بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദര സഹോദരിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ 78 മറിയം സൂറത്തിൽ നിന്ന് 22-ാമത്തെ ആയത്ത് മുതൽക്ക് എടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമും മറിയം ബീവിയും തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം പോകാവുന്ന സമയമായി കഴിഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറിയം റളിയല്ലാഹു അൻഹയുടെ കുപ്പായക്കൈയിനുള്ളിൽ ഒന്ന് ഊതി. ആ ഊത്തിനെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തെല്ലാം എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ 22-ാമത്തെ ആയത്തിൽ പറയുന്നത് ഫഹമലത്തുഹു ഫന്തബദത് മിൻ അഹ്ലിഹാ മകമിൻ ഫന്തബദത് ബിഹി മകാനൻ ഖസിയ്യാ. ഫഹമലത്തുഹു, ആ ആൺകുട്ടിയെ അവൾ ഗർഭം ധരിച്ചു, ഗർഭിണിയായി. ആൺകുട്ടിയെ കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം യഹബലക്ക് ഗുലാമൻ സക്കിയാന്ന്, നിനക്കൊരു ആൺകുട്ടിയെ തരാൻ വേണ്ടി, പരിശുദ്ധമായ ഒരു ആൺകുട്ടിയെ തരാൻ വേണ്ടിയാണ് അള്ളാഹു എന്നെ അയച്ചിട്ടുള്ളത് എന്ന് 19-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ആ ആൺകുട്ടിയെ, ഹമലത്ത് ഹൂ എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയെ, അവൾ ഗർഭം ധരിച്ചു. ഫൻ തബദത്ത്, അപ്പോൾ അവൾ മാറി താമസിച്ചു. ബിഹി, ആ കുട്ടിയുമായി എന്ന് പറഞ്ഞാൽ കുട്ടി വയറ്റിലുള്ള കുട്ടിയുമായി. മക്കാനം ഖസിയ, ദൂരെയുള്ളൊരു സ്ഥലത്തേക്ക്. ആദ്യം മാറി താമസിച്ചത് ഇബാദത്തിന് വേണ്ടി അത് നേരത്തെ പറഞ്ഞു. അപ്പോഴാണ് ജിബ്രീൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ഗർഭിണിയായതുകൊണ്ട് മാറി താമസിക്കുകയാണ്. ഫഹമലത്തുഹു, എത്ര സമയം കൊണ്ടാണ് ഇത് സംഭവിച്ചു എന്നുള്ളതിന് ഇവിടെ ആയത്തിലൊന്നും അതിനുള്ള തെളിവുകളില്ല. അപ്പോൾ ഗർഭിണിയായി, അതുകൊണ്ട് മാറി താമസിച്ചു, കുറച്ച് ദൂരെയുള്ളൊരു സ്ഥലത്തേക്കായി. ഫഹമലത്തുഹു ബിൽ ജനീൻ ഫയതസലത്ത് വഹുവ ഫി ബത്നിഹ മക്കാനം ബഈദൻ അൻ അഹ്ലിഹ. കുടുംബാദികളെയും വിട്ട് ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുകയാണ് ഒറ്റയ്ക്ക്. ഖശിയത യുഅയ്യിറുഹ, ജനങ്ങൾ അവളെ കളിയാക്കുമെന്ന് പേടിച്ചുകൊണ്ട്. അവൾ പറയുന്നതൊന്നും ജനങ്ങൾ വിശ്വസിക്കില്ല. അപ്പോൾ ഇത് ജനങ്ങൾ അറിയുന്നൊരു സ്റ്റേജ് വരും. പ്രസവിച്ചാൽ ആ പ്രസവിക്കുന്ന സമയത്ത് ജനങ്ങളെയും വിട്ട് ഒഴിഞ്ഞൊരു സ്ഥലമാണ് അത് നല്ലത് എന്ന് അവൾ കണക്കൂട്ടുകയും അതനുസരിച്ച് മാറി താമസിക്കുകയും ചെയ്തു. 23-ാമത്തെ ആയത്തിൽ ഫജാഅഹൽ മഖാദു ഇലാ ജദിൻ നഖലത്തി ഖാലത്ത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഫജാഅഹൽ മഖാദു, പ്രസവവേദന അവളെ കൊണ്ടെത്തിച്ചു. ഇലാ ജിദ്ഇൻ നഖലത്തി, അജാഅഹ, അവളെ കൊണ്ടെത്തിച്ചു. അൽ മഖാദു, പ്രസവവേദന. ഇലാ ജിദ്ഇൻ നഖലത്തി, ഒരു ഉണങ്ങിയ ഈത്തപ്പന വൃക്ഷത്തിന്റെ തടിയിലേക്ക്. ഖാലത്ത്, അപ്പോൾ അവൾ പറയാണ്, യാ ലൈതനി, ഞാൻ ആയെങ്കിൽ നന്നായിരുന്നു, മിത്തു, മരിച്ചു പോയിരുന്നുവെങ്കിൽ നന്നായിരുന്നു, ഖബ്ല ഹാദാ, ഇതിന് മുമ്പ്, വകുന്തു, ഞാനായിരുന്നെങ്കിൽ നന്നായിരുന്നു, നസിയം മൻസിയ, എന്നെപ്പറ്റി പറയപ്പെടുന്നതോ ഓർക്കുന്നതോ ആയ ഒരു വസ്തു ആവാതിരുന്നെങ്കിലും നന്നായിരുന്നു എന്ന് പറയാണ് നിരാശ കൊണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ
കുട്ടിയെ തരാമെന്ന് പറഞ്ഞ് അധികം താമസിയാതെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആ രംഗം വിട്ട് പോവുകയും ഉടനെ ഗർഭിണിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ മനസ്സിലായ ഏതാനും സമയം കൊണ്ട് പ്രസവം നടക്കുകയും ചെയ്യും. അപ്പോൾ ആ ഗർഭിണിയായതിൻ്റെ പേരിലാണ് ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ നന്നായിരുന്നു, ഞാൻ പറയപ്പെടാവുന്ന ഒരു വസ്തു ആവാതിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള നിരാശയുടെ വാക്കുകൾ മറിയം റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്നത്. അപ്പോൾ ഈ ഈത്തപ്പനയിൽ ഈ പ്രസവവേദന വരുമ്പോൾ അവൾക്ക് ചാരിയിരിക്കാവുന്ന ഒരു സ്റ്റേജാണ് ഈ ഈത്തപ്പന തടിയിലേക്ക് അവിടേക്ക് പോകാൻ കാരണം. ഉണങ്ങിയ ഈത്തപ്പനയാണ്. അവൾക്കറിയാം ഈ കുട്ടിയെ കൊണ്ട് ഞാൻ വല്ലാതെ പരീക്ഷിക്കപ്പെടും, വല്ലാതെ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ളത് അവൾക്കറിയാം. അതിൻ്റെ പേരിൽ അവൾ മരണത്തെ ആഗ്രഹിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾ ജനങ്ങളുടെ ശൈലിയിൽ സംസാരിക്കും. അപ്പോൾ അതിൽ ഞാൻ വല്ലാതെ വഷളാവേണ്ടി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ് മറിയം റളിയല്ലാഹു അൻഹ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഇങ്ങനെ ഒരു രംഗം അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കാൻ കാരണം. ഫജാഅഹൽ മഹാവു, പ്രസവ വേദന അവളെ കൊണ്ടെത്തിച്ചു, ഇലാ ജിദ്ഇൻ നഖലത്തി, ഈത്തപ്പന ഒരു തടിയിലേക്ക്, ഈത്തപ്പനയുടെ തടിയിലേക്ക്. ഉണങ്ങിയ തടിയായിരുന്നു, കാലത്ത് ഉണങ്ങി നിൽക്കുന്ന ഒരു ഈത്തപ്പനയായിരുന്നു അത് കാലത്ത്. അപ്പോൾ അവൾ പറയാണ്, യാലയത്തനെ, ഞാനായെങ്കിൽ നന്നായിരുന്നു, മിത്തു, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, കബലഹാദ, ഇതിന് മുമ്പ്. ഇങ്ങനെ ഒരു രംഗം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് പറയുന്നത്. കുന്തു നസിയം മൻസിയ, എന്നെ ഓർക്കപ്പെടുകയോ എന്നെപ്പറ്റി പറയപ്പെടുകയോ ചെയ്യാത്തൊരു വസ്തുവായി ഞാൻ അങ്ങനെ അവശേഷിക്കുകയായിരുന്നെങ്കിലും നന്നായിരുന്നു എന്നുള്ള ഇതാണ് 23-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. 24-ാമത്തെ ആയത്തിൽ ഫനാദാഹ മിൻ തഹ്തിഹാ അല്ലാ തഹ്സനി വഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ്യാ. ഫനാദാഹ, അപ്പോൾ ഒരാൾ വിളിച്ചു പറയാണ്, അവളെ വിളിച്ചു, മറിയമിനെ വിളിച്ചു പറയുന്നു. മിൻ തഹ്തിഹ, അവളുടെ താഴ്ഭാഗത്ത് നിന്ന് ഒരാൾ വിളിച്ചു പറയാം. അത് മലക്ക് തന്നെ ആയിരിക്കും, ജിബ്രീൽ അലൈഹിസ്സലാം തന്നെ ആയിരിക്കും. എന്നിട്ട് വിളിച്ചിട്ട് എന്താ പറയണത്? അല്ലാ തഹ്സനി, നീ വിഷമിക്കരുത്, ദുഃഖിക്കരുത്. വഖദ് ജഅല റബ്ബുകി, തീർച്ചയായും നിന്റെ റബ്ബ് നിനക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, തഹ്തക്ക്, നിന്റെ താഴ്ഭാഗത്ത്, ശരിയ ഒരു അരുവി, ശുദ്ധജലം ഒലിച്ചു പോകുന്ന ഒരു അരുവി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കായിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, വഹുസ്സി ഇലൈകി ബിജിദൻ നഖലത്തി തുസാഖിതു അലൈകി റുതബൻ ജനിയ്യ. 25-ാമത്തെ ആയത്തിൽ വഹുസ്സി ഇലൈകി, നിന്നിലേക്ക്, വഹുസ്സി ഇലൈകി ബിജിദൻ നഖലത്തി, നീ പിടിച്ചു കുലുക്കുക, ബിജിദൻ നഖലത്തി, ഈത്തപ്പനയെ നീ പിടിച്ചു കുലുക്കണം. അങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ തുസാഖിത്ത് അലൈക്ക്, ഈ ഉണങ്ങിയ വൃക്ഷമാണ് കേട്ടോ, ഉണങ്ങിയ വൃക്ഷത്തെ പിടിച്ചു കുലുക്കിയാൽ തുസാഖിത്ത് അലൈക്ക്, നിനക്ക് വീഴ്ത്തിത്തരും, റുത്തബൻ ജനിയ്യ, പാകമായ പഴത്തെ, ഈത്തപ്പഴം. അപ്പൊ ഈ ഈത്തപ്പന പിടിച്ച് കുലുക്കിയാൽ, നമ്മളിപ്പോൾ ഒരു തെങ്ങ് പിടിച്ച് കുലുക്കാൻ പറ്റില്ലല്ലോ,
തെങ്ങ് പോലത്തെ ഒരു വൃക്ഷമാണ് ഈത്തപ്പന. അത് കുലുക്കാൻ പറ്റില്ല. പക്ഷെ അള്ള പറയുന്നത് കുലുക്കുക. അപ്പൊ കുലുക്കുക എന്നുള്ള ഒരു ഇത്, കുലുക്കിയാൽ കുലുങ്ങുന്നതല്ല ഈത്തപ്പന. പിന്നെ അതാണെങ്കിൽ വൃക്ഷം ഉണങ്ങിയതാണ്. അപ്പൊ ഈ രണ്ട് കാര്യം അവിടെ സാധാരണ നടപ്പുള്ള കാര്യമല്ല. കുലിക്കാനും പറ്റില്ല, ഉണങ്ങിയ വൃക്ഷമാണ്, അതിൽ നിന്ന് പഴം കിട്ടുകയില്ല. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ തുസാക്കത്തെ അലയിക്ക്, നിനക്ക് വീഴ്ത്തിത്തരും ഋത്തപഞ്ചനീയ. ഈ ഈത്തപ്പന നിനക്ക് വീഴ്ത്തിത്തരും ഋത്തപഞ്ചനീയ ഭാഗമായ പഴങ്ങൾ. അപ്പൊ ഇത് കറാമത്താണ്. മൊയ്ജിസത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം പ്രവാചകത്വമുള്ളവർക്കേ മൊയ്ജിസത്തുള്ളൂ. സ്ത്രീകൾ ഒരിക്കലും പ്രവാചകന്മാരായിട്ടില്ല, പ്രവാചക ആയിട്ടില്ല. പിന്നെ പ്രവാചകത്വം നൽകൽ പുരുഷന്മാർക്കാണ്, സ്ത്രീകൾക്കില്ല. അപ്പോൾ ആ ഐറ്റം ഇവിടെ മറിയം ബീവിക്ക് ലഭ്യമല്ല, അതുകൊണ്ട് മൊയ്ജിസത്തില്ല. ഇതാണ്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും അവിടെ സംഭാഷണം നടത്തിയതും കുട്ടിയുടെ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞതും ഇതെല്ലാം കറാമത്താണ്. ആരുടെ? മറിയം റളിയല്ലാഹു അൻഹ. പിന്നെ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ അല്ലാഹു തആല കൊടുക്കുകയാണ്. ഇത് ആണായാലും പെണ്ണായാലും ഔലിയാക്കന്മാർക്കുള്ള പ്രത്യേകത ഈ കറാമത്തുകൾ. അതിവിടെ സംഭവിക്കുക. ഈത്തപ്പന കുലിക്കാനും ഉണങ്ങിയ ഈത്തപ്പനയിൽ നിന്ന് പാകമായ ഈത്തപ്പഴങ്ങൾ വീഴും, അത് എടുത്ത് ഭക്ഷിക്കാൻ, വെള്ളം, ശുദ്ധജലം കുടിക്കാനുള്ള സൗകര്യങ്ങൾ അവിടെ ചെയ്തു കൊടുത്തു. ഈ മാറി താമസിച്ച ഭാഗത്തേക്ക് ഇവള് പ്രസവവേദന, ഈ മറിയം റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്നത് ആ ഉണങ്ങിയ വൃക്ഷത്തിലേക്കും അവിടെ പ്രസവവേദന വന്നു കഴിഞ്ഞാൽ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഈ വൃക്ഷത്തിൽ ചാരി ഇരിക്കാം എന്നുള്ളതായിരുന്നു മറിയം റളിയല്ലാഹു അൻഹയുടെ ചിന്താഗതി. അതനുസരിച്ചാണ് ഇവിടേക്ക് വന്നത്. അല്ലാഹു തആല ഇതെല്ലാം ആദ്യം തന്നെ നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങളാണല്ലോ. അതനുസരിച്ച് മറിയം റളിയല്ലാഹു അൻഹ വൃക്ഷത്തിൻ്റെ അടുത്ത് വരികയും അവിടെ അല്ലാഹു ഒരു പിന്നെ അരുവി തയ്യാർ ചെയ്യുകയും, ശുദ്ധജലം ഒഴുക്കുന്ന ഒരു അരുവി തയ്യാർ ചെയ്യുകയും, അവിടെ നിന്ന് കുടിക്കാനുള്ള വെള്ളം, ഇനി ഭക്ഷണത്തിനുള്ളത് ഈ മരം പിടിച്ച് കുലുക്കിയാൽ പഴങ്ങൾ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും, വീണ് കിട്ടും. അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, ഭക്ഷണമായി വെള്ളമായി. പിന്നെ ആരും രക്ഷിക്കാനില്ലല്ലോ അവിടെ. രക്ഷിക്കാനില്ലാത്ത സ്ഥലത്ത് വേണ്ടുന്ന കാര്യങ്ങളും മലക്ക് പറഞ്ഞു കൊടുക്കാനുമുണ്ട്. അപ്പം എല്ലാ സെറ്റപ്പും അള്ളാഹു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി പ്രസവം നടക്കേ വേണ്ടു. മലക്ക് വിളിച്ച് പറയാണ്, വിഷമിക്കണ്ട, ദുഃഖമൊന്നും ആവശ്യമില്ല. നിനക്കാണെങ്കിൽ ഇവിടെ നിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു തആല വെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്, ഒരരുവി ഒഴുക്കിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക്. പിന്നെ നീ ഈത്തപ്പഴം ഒന്ന് പിടിച്ച് കുലുക്കിയാൽ പാകമായ ഈത്തപ്പഴം നിനക്ക് വീണ് കിട്ടും, അതെടുത്ത് ഭക്ഷിക്കുകയും ചെയ്യുക. ഫകുലി വശ്റബി വഖർരി ഐന, 28-ാമത്തെ ആയത്ത്. ഫകുലി വശ്റബി വഖർരി ഐന ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയ്യാ. ഫകുലി വശ്റബി, നീ തിന്നുക, കുടിക്കുക. കുലി, നീ തിന്നുക, വശ്റബി എന്ന് കുടിക്കുക, പഴം തിന്നാം. വശ്റബി, ഈ വെള്ളം പാനം ചെയ്യുകയും ചെയ്യാം, കുടിക്കുകയും ചെയ്യാം. വഖർരി ഐന, നീ കണ്ണ് കുളിർമയാവുക. ഇങ്ങനെ വളരെ സന്തോഷത്തിൽ തിന്നും കുടിച്ചും വളരെ സന്തോഷത്തിൽ ദുഃഖിക്കാതെ ഇവിടെ കഴിയാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ള, ഫഇമ്മാ തറയിന്ന മിനൽ ബശരി അഹദൻ, നീ കണ്ടാൽ, ഫഇമ്മാ തറയിന്ന, തീർച്ചയായും നീ കണ്ടാൽ,
മിനൽ ബശരി മനുഷ്യരിൽ നിന്ന് അഹദൻ ആരെങ്കിലും നീ കണ്ടുമുട്ടുകയാണെങ്കിൽ ഫഖൂലി അവരോട് നീ പറയണം, ഇന്നി നദർത്തു. ആളുകൾ കാണും, ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഈ വിവരം ആളുകളൊക്കെ അറിയും. ഇവിടെ മറിയം റളിയല്ലാഹു അൻഹ പ്രസവിച്ചിരിക്കുകയാണ്, ഭർത്താവില്ലാതെ കുട്ടീനെ പ്രസവിച്ചു എന്നുള്ള കാര്യം നാട്ടിലാകമാനം അറിയപ്പെടും. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമായിട്ട് നീ കണ്ടുമുട്ടുകയാണെങ്കിൽ നിന്നായിട്ട് സംസാരിക്കും. അതിന് മറുപടി നീ പറയേണ്ടത് എന്താ? കൂലി നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന് വേണ്ടി ഞാൻ നേർച്ചയാക്കിയിരിക്കുകയാണ് സൗമൻ, വ്രതം, വ്രതാനുഷ്ഠാനം. ഈ വ്രതം പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്രതമല്ല, ഇത് സംസാരിക്കാതിരിക്കുക എന്നാണ് ഈ വ്രതത്തിൻ്റെ അർത്ഥം. ആയതുകൊണ്ട് തീർച്ചയായും ഞാൻ സംസാരിക്കുകയില്ല അല്യവും ഇന്ന് ഇൻസിയൻ, ഒരു മനുഷ്യനോടും, മനുഷ്യരിൽപ്പെട്ട ആരോടും ഞാൻ ഇന്ന് സംസാരിക്കില്ല. ഞാൻ അള്ളാഹുവിന് സംസാരിക്കാതിരിക്കുവാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അതാണ് എൻ്റെ വ്രതം. ആ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഉദ്ദേശം ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കലല്ല. സൗമിൻ്റെ രണ്ടർത്ഥം മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിലൊക്കെ. സൗമ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നൊരർത്ഥമുണ്ട്, പിന്നെ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. അതിൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥത്തിനുള്ള സൗമാണ് ഇവിടെ, അതാണ് ഉദ്ദേശം. അതുകൊണ്ട് ഞാൻ ഇന്ന് ആരോടും സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒന്നും പറയണ്ട. അവരെന്ത് പറഞ്ഞാലും ശരി, മറുപടിയായിട്ട് ഇന്നി നദർതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, എന്ന് ഞാൻ ആരോടും സംസാരിക്കില്ല. അള്ളാഹുവിന് നോമ്പെടുക്കാൻ ഞാൻ തീർച്ചയാക്കിയിരിക്കുകയാണ്, ഞാൻ ആരോടും സംസാരിക്കില്ല എന്ന് മാത്രം പറയാം. അപ്പോൾ ഈ ദുഃഖം തിന്ന് കുടിച്ച് കണ്ണ് കുളിർമ സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയണം. ജനങ്ങൾ ആരെങ്കിലും നിന്നായിട്ട് കണ്ട് സംസാരിക്കാൻ നിന്നാൽ നീ പറയേണ്ടത്, ഞാൻ ഇന്ന് ആരോടും സംസാരിക്കില്ല, ഞാൻ നോമ്പെടുക്കാൻ നേർച്ചയാക്കിയിരിക്കുക, അള്ളാഹുവിന് നോമ്പെടുക്കാൻ, അതുകൊണ്ട് എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റുകയില്ല, ഒരാളുമായി ഞാൻ സംസാരിക്കില്ല ഇന്ന് എന്ന് പറഞ്ഞാൽ മതി. ഇതനുസരിച്ച് മറിയം റളിയല്ലാഹു അൻഹ അവരോട് പറയുന്നു. ആ പറയുന്ന രംഗങ്ങളുടെ അടുത്ത ആയത്തിൽ ഇൻഷാ അല്ലാഹ് 27-ാമത്തെ ആയത്തിൽ 26 വരെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 27-ാമത്തെ ആയത്ത് മുതൽ അടുത്ത വീഡിയോയിൽ എടുക്കാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട, എന്നാലാണ് എല്ലാ വീഡിയോകളും ശരിക്കും കാണാൻ പറ്റുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.